ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന റോയൽ എൻഫീൽഡ് തണ്ടർബേർഡിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ പറയാനാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ ആദ്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, റോയൽ എൻഫീൽഡുമായിട്ട് താല്പര്യമില്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണരുത് ദയവേത്. കാരണം റോയൽ എൻഫീൽഡിൻ്റെ ട്രഡീഷണൽ ഒരു എൻജിൻ കീപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും ബാക്കിയുള്ള വണ്ടികളുമായിട്ട് നിങ്ങൾ പറയരുത്. കാരണം ഹോണ്ട ഹൈനസ്, ഒരാളും കമൻറ്റ് ചെയ്തിരുന്ന ഹോണ്ട ഹൈനസ് നോക്കി വണ്ടി ഓടിക്കാം. ഓക്കെ, റീഫൈൻഡ് ആയിട്ട് എൻജിൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പോകാം. കാരണം റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ വണ്ടി അത് ട്രഡീഷണൽ എൻജിൻ കീപ്പ് ചെയ്ത് വന്ന വണ്ടിയാണ്. ചെറിയ വൈബ്രേഷനൊക്കെ അതൊരു ഫീൽ ചെയ്യുക, അതൊരു പഞ്ചാണ്. നമ്മുടെ മനസ്സിൽ ഒരു എന്താ പറയുക, ഇത് വികാരമാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന മനുഷ്യന്റെ. അപ്പൊ ആ ഒരു ആളുകളുടെ, അതായത് റോയൽ എൻഫീൽഡുമായിട്ട് ചിന്തിച്ച് പഴയ കാലഘട്ടത്തിൽ റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് റോയൽ എൻഫീൽഡിന്റെ ശബ്ദം കേട്ട് വളർന്ന ആളുകൾക്ക് റോയൽ എൻഫീൽഡ് തന്നെയാണ്. അപ്പൊ അതിന് എന്തൊരു പോരായ്മ ഉണ്ടെങ്കിലും കൂടി ആ വണ്ടി എടുക്കാതെ ആളുകൾ പോകില്ല. അതുകൊണ്ട് അങ്ങനെയാണല്ലോ ഇപ്പൊ റോയൽ എൻഫീൽഡ് ഇപ്പൊ ഇത്രയധികം വേൾഡിൽ അത്രയും വളർന്ന് പന്തലിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. അപ്പം റീഫൈൻഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ഹോണ്ട അതേമാതിരി ഹീറോ റീഫൈൻഡ് എഞ്ചിൻ ഉണ്ടാക്കുന്ന കമ്പനികളാണ്. എല്ലാ വണ്ടി റീഫൈൻഡ് എഞ്ചിനാണ്, നല്ല സ്മൂത്ത് റണ്ണിങ് ആണ്. പക്ഷെ എന്നിട്ടും റോയൽ എൻഫീൽഡ് എന്തുകൊണ്ട് ഇത്രയധികം വിൽപ്പന നടത്തുന്നുള്ളത് മനസ്സിലാക്കി മാത്രം മതി അതിന്റെ ക്വാളിറ്റി എന്നുള്ളത്. അപ്പം ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ കൊടുക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോയൽ എൻഫീൽഡ് നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ബാക്കിയുള്ള ഞാൻ എല്ലാ വലിയ വണ്ടികളും ഉപയോഗിച്ച ഒരാളാണ്. അതിന് 10, 15, 20 ലക്ഷം റുപ്യുള്ള ബൈക്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ റോയൽ എൻഫീൽഡ് സാധനം ഇറക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റി കേട്ടോ, ഈ ഒരു പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലെ സാധനം തന്നെ റോയൽ എൻഫീൽഡ് കൊടുക്കുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ ഇത് തണ്ടർബേർഡ് പറഞ്ഞ വണ്ടിയാണ്, 2014 മോഡൽ വണ്ടിയാണ്. അപ്പം തണ്ടർബേർഡ് എന്ന് പറഞ്ഞ വണ്ടി ആദ്യമായിട്ടൊരു ക്രൂസർ വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് റോയൽ എൻഫീൽഡ് തന്നെയാണ്. അത് 1997 535 cc ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു. ആ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ വണ്ടി എത്ര ആളുകൾക്ക് അറിയുന്നുള്ള അറിയില്ല. അപ്പോൾ 535 cc ആയിട്ട് CI എഞ്ചിനായിട്ട് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്, അതായത് കാസ്റ്റേൺ എഞ്ചിൻ. അതിനുശേഷമാണ് 2000 അത് എന്തൊരു കാലത്തിന് മുമ്പേ പറഞ്ഞൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ അന്ന് ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് അല്ലാതൊന്നും വണ്ടി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. പിന്നെ 2002 AVL എഞ്ചിനുമായിട്ട് ഒരു പുതിയൊരു പരീക്ഷണമായിട്ട് ഒരു എഞ്ചിൻ, പുതിയ മോഡൽ ഒരു പരീക്ഷണമായിട്ട് ഹെഡും സിലിണ്ടറൊക്കെ മാറ്റം വരുത്തിയിട്ട് ഒരു വണ്ടി ഇറങ്ങി. അത് ഒക്കെ ഫെയിലർ ആയിരുന്നു. എന്നാലും 2007 വരെ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ വണ്ടി കിട്ടും. എന്നാലും ഇപ്പോഴും ആ ഒരു വണ്ടിയുടെ അപാര ടാപ്പറ്റ് നോയ്സൊക്കെ ആയിട്ട് ഭയങ്കര ഒരു വിഷയമായിരുന്നു ആ വണ്ടിക്ക്. അതുകൊണ്ട് 2007 ശരിക്കും ടിൻ സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട് റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് ഇറക്കുന്നത്. ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ റോയൽ എൻഫീൽഡ് തണ്ടർബേർഡിൽ തന്നെയാണ് ടിൻ സ്പാർക്ക് എഞ്ചിൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു വണ്ടി ക്ലിക്ക് ആവുകയും പിന്നെ 2007-8 കാലഘട്ടങ്ങളിലാണ് വണ്ടി, 2007-8 എന്തായാലും എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, 2007 ലാസ്റ്റ് 8 കാലഘട്ടത്തിലാണ് ഈ ടിൻ സ്പാർക്ക് റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് ഇറങ്ങുന്നത്. അതിന് രൂപത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് അതിൽ ചെറിയ ഫേസ് ലിഫ്റ്റ് വരുത്തിയിട്ടാണ് ബാക്കിലെ ടെയിൽ ലൈറ്റ് LED പിന്നെ ഫ്രണ്ടിൽ പ്രൊജക്ട് ഹെഡ്ലൈറ്റും ഒക്കെ ആയിട്ട് ഡിജിറ്റൽ മീറ്ററൊക്കെ ആയിട്ട് രണ്ടാമത് തണ്ടർബേർഡ് ഇറക്കുന്നത്. പിന്നെ ആ തണ്ടർബേർഡ് 2018 വരെ വന്നു. 2018 ഒരു സ്പോർട്സർ ശ്രേണിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സ്പോർട്സർ ടൈപ്പിലേക്ക് ഹാൻഡിൽ ബാർ ഒക്കെ ഒന്ന് ഷോർട്ട് ചെയ്തു. ഈ സ്പിറ്റ് സീറ്റ് മാറ്റിയിട്ട് സിംഗിൾ സീറ്റ് ആക്കി തണ്ടർബേർഡ് അലോയ്സ് കൊടുത്തു. അങ്ങനെ വണ്ടി ഇറക്കി. അത്യാവശ്യം ഒരു യങ്സ്റ്റേഴ്സിനെ ഒന്നുകൂടെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ വണ്ടി കുറച്ച് ഇറങ്ങിയിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും തണ്ടർബേർഡ് എന്നൊരു ക്രൂസർ വണ്ടിയുടെ ആ ഒരു മികവ്, ആ ഒരു ക്വാളിറ്റി അതിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ക്രൂസർ വണ്ടിക്ക് ഒരു ഹാൻഡിലിംഗ് ആണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ക്രൂസർ വണ്ടിക്ക് ഹാൻഡിലിംഗ് ആണ്. ആ ഒരു ഹാൻഡിൽ ബാർ ആണ്. ഹാൻഡിൽ ബാർ തീർത്തും അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് തണ്ടർബേർഡ് X ഇറക്കിയിരിക്കുന്നത്. തണ്ടർബേർഡിന് ഹാൻഡിൽ ബാർ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ തന്നെ അത് ക്രൂസിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഒറ്റ സ്ട്രെച്ചിൽ 200, 300, 400, 500 കിലോമീറ്റർ ഓടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം കൈ നൂർത്തി പിടിച്ചിട്ട് കുറെ നേരം പിടിക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും ബാക്ക് പെയിൻ, നീ പെയിൻ ഒക്കെ ഉണ്ടാവാം, പുറം വേദന ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ബാറിന് ഏറ്റവും അധികം പ്രാധാന്യമാണ് ക്രൂസർ വണ്ടിക്കുള്ളത്. ആ ഒരു ലൈറ്റ്നിങ് മുതൽ 2018 വരെ റോയൽ എൻഫീൽഡ് തണ്ടർബേർഡിനാണ് ഹാൻഡിൽ ബാർ ശരിക്കും കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റിയിട്ടില്ല. തണ്ടർബേർഡ് X മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം വന്ന ഇതിന്റെ ഏറ്റവും ന്യൂജൻ വണ്ടിയാണ് JCSൽ വന്നിട്ടുള്ള മെറ്റിയോർ എന്ന് പറഞ്ഞ വണ്ടി. അപ്പൊ എത്ര പേർക്ക് അറിയില്ല. മെറ്റിയോർ ഈ തണ്ടർബേർഡ് തന്നെയാണ്, തണ്ടർബേർഡിന്റെ നാമം മാറ്റിയിട്ടുള്ളതാണ് മെറ്റിയോർ. കാരണം മെറ്റിയോർ എന്ന് പറഞ്ഞത് തണ്ടർബേർഡ് എന്ന പേര് ഇന്റർനാഷണൽ ലെവലിൽ പോകുമ്പോൾ ട്രയംഫിന് തണ്ടർബേർഡ് എന്നൊരു വണ്ടിയുണ്ട്. അതുകൊണ്ട് ആ ഒരു പേര് പ്രശ്നം കൊണ്ട് തന്നെയാണ്, കോപ്പിറൈറ്റ് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു തണ്ടർബേർഡ്
മറ്റേ മെറ്റിയോർ എന്ന നാമകരണത്തിൽ ഇറക്കിയിട്ടുള്ളത്. മെറ്റിയോർ ശരിക്കും തണ്ടർബേർഡ് തന്നെയാണ് വണ്ടി. തണ്ടർബേർഡിന്റെ ഒരു ഏറ്റവും പുതിയ വേർഷനാണ് മെറ്റിയോർ. തണ്ടർബേർഡ് എടുക്കുന്ന ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകൾ മെറ്റിയോർ തന്നെ ഉപയോഗിക്കുള്ളൂ. കാരണം അതിനും ഒരു ക്രൂസിംഗ് മികവുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ റീഫൈൻഡ് എഞ്ചിൻ വേണം എന്ന് നമ്മളെ പിന്നെ ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ റീഫൈൻഡ് എഞ്ചിൻ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നു. അപ്പം പിന്നെ ഇതാണ് പിന്നെ ഈ ഒരു കാറ്റഗറിയെ കുറിച്ച് പറയാനുള്ളത്. അതായത് തണ്ടർബേർഡ്, ലൈറ്റ്നിങ് മുതൽ ജെ സീരീസ്, മെറ്റിയോർ വരെ. അത് ഒരു അഞ്ചാമത്തെ ഒരു ജനറേഷനാണ് ഇപ്പോൾ കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അഞ്ചാമത്തെ ജനറേഷനാണ് മെറ്റിയോർ കിടക്കുന്നത്. അപ്പൊ ഈ തണ്ടർബേർഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങനെ പിടിച്ച് റൈഡ് ചെയ്യുന്ന ആ ഒരു ഇത്. കാരണം ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കണം. ആ ഒരു ഇതാണല്ലോ റോയൽ എൻഫീൽഡ്. പഴയ ബുള്ളറ്റ് കൊണ്ടുനടക്കുന്ന ആൾക്കാർ ഇങ്ങനെ ശരിക്കും മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട ഒരു വണ്ടിയാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ആ ഒരു ക്ലാസിക്കിലേക്ക് സ്റ്റാൻഡേർഡ് ഇപ്പോഴും ആളുകൾ കൊണ്ടുനടക്കാനുള്ള കാരണം അത് തന്നെയാണ്. ആ ഒരു പഴയ ആ ഒരു പിന്നെ നൊസ്റ്റാൾജിയ ഫീലിംഗ് ശരിക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ ആ പഴയ സ്റ്റാൻഡേർഡ് തന്നെ കിട്ടണം. ആ സ്റ്റാൻഡേർഡ് ഇപ്പോഴും വണ്ടി ഇറങ്ങാനുള്ള കാരണം അത് തന്നെയാണ്. ഇപ്പോഴും സ്റ്റാൻഡേർഡ് തന്നെയാണ്. അപ്പൊ അതേമാതിരി ഈ ക്രൂസിംഗ് എന്ന നിലയ്ക്ക് നമ്മൾ ആവശ്യം അറിഞ്ഞ വണ്ടി എടുക്കണം. നമുക്ക് ആവശ്യം എന്താണ്, നമുക്ക് ലോങ് റൈഡാണ് സ്ഥിരമായിട്ട് പോകണമെങ്കിൽ ലോങ് റൈഡിൽ വണ്ടി എടുക്കണം. അപ്പൊ അതിന് ക്ലാസിക് ഒന്നുമല്ല ലോങ് റൈഡിന് പറ്റിയൊരു വണ്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേമാതിരി സ്റ്റാൻഡേർഡും വലിയൊരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും ക്രൂസർ എന്ന് പറഞ്ഞാൽ അത് ഓരോ വണ്ടിക്ക് ഓരോ സെഗ്മെന്റ് ഓരോ പർപ്പസിന് ഇറക്കുന്നതാണല്ലോ. അപ്പം അതിനിറക്കിയിട്ടുള്ളൊരു വണ്ടിയാണ് തണ്ടർബേർഡ്. അപ്പൊ തണ്ടർബേർഡിന്റെ പിന്നെ ഒരു 2-3 വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഹൈ എൻഡില് ചെറിയൊരു പ്രശ്നമാണ്. ഹൈ എൻഡില് മിഡ് റേഞ്ചില് കുഴപ്പമില്ല. മിഡ് റേഞ്ചിൽ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. അതുമാതിരി തന്നെ ഗിയർ ഷിഫ്റ്റിന് ചെറിയ വിഷയം വരാറുണ്ട്. ഗിയർ ഷിഫ്റ്റിന് എന്താ ഇവിടെ നിന്ന് ഓയിലൊന്നും കൊടുക്കാതെ പിന്നെ ഡയറക്റ്റ് ഷിഫ്റ്റ് അല്ലാത്തത് കൊണ്ട് ലിങ്കേജ് വരുന്നതുകൊണ്ട് അവിടെ ശരിക്കും ഓയിലും ലൂബ്രിക്കേഷൻ കൊടുക്കാതെ ഓടുന്ന വണ്ടിക്ക് ഗിയർ ഷിഫ്റ്റിങ്ങൾ ടൈറ്റ് തോന്നാറുണ്ട്. അതിന് ബാക്ക് ബ്രേക്ക് ഡിസ്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ ബ്രേക്കിംഗ് ഇല്ലാത്തൊരു വിഷയം. കാരണം ബ്രേക്ക് ഡിസ്ക് തുടക്കത്തിൽ പുതിയ സമയത്തൊക്കെ ബ്രേക്ക് നല്ലോണം കിട്ടും. പിന്നെ നമ്മളെ ചവിട്ടി ടെമ്പർ ആക്കിയിട്ട് ബ്രേക്ക് കാലിൽ വെച്ച് ഓടിയിട്ട് അത് ഹീറ്റായി ബ്രേക്ക് പാഡ് ടെമ്പർ ആവും. പിന്നെ റോട്ടർ സ്ക്രാച്ച് ആവും. അപ്പം നമ്മളെ മഴയും പിന്നെ 6 മാസം മഴയും വെയിലുള്ള കാലാവസ്ഥയാണല്ലോ കേരളത്തിൽ. അപ്പൊ അതിനനുസരിച്ച് പൊടിയും മണ്ണും കയറിയിട്ട് റോട്ടർ സ്ക്രാച്ച് ആവും. പിന്നെ ഡിസ്ക് പാഡ് സീറ്റ് ആവില്ല. അങ്ങനത്തെ ബ്രേക്ക് ഇല്ലാത്തൊരു വിഷയം തണ്ടർബേർഡിന് ബാക്കിനുണ്ട്. ചവിട്ടിയാൽ കിട്ടില്ല എന്നുള്ളത് അതൊരു ന്യൂനത തന്നെയാണ് ബ്രേക്കിംഗ് വിഷയം. അപ്പം എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡ്രം ബ്രേക്കാണ് ബാക്കിൽ കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഒന്നുകൂടെ ക്വാളിറ്റി ഉള്ള പിന്നെ ബ്രേക്ക് പാഡും റോട്ടറും ഒക്കെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത്. വലിയ വണ്ടിയിലൊന്നും അങ്ങനത്തെ വിഷയം കാണാറില്ല ബാക്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ തണ്ടർബേർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ബാക്ക് ഡിസ്ക് ബ്രേക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പിന്നെ വലിയ ഇറക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്തിട്ട് ഇറങ്ങുക. ഗിയർ ഡൗൺ ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം ബ്രേക്കിൽ കാല് വെക്കുക. അതല്ലാതെ കാല് നല്ല അമർത്തി അതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ടോപ്പ് ഗിയറിൽ പിന്നെ ഇറങ്ങി കുറേ കഴിയുന്ന സമയത്ത് പിന്നെ വന്നു കഴിഞ്ഞാൽ കുറേ കഴിയുന്ന സമയത്ത് ഈ ചൂട് ബ്രേക്കിന്റെ റോട്ടറിന്റെ ചൂട് ഡിസ്ക് പാഡിലേക്ക് പോകും. പാഡ് പിസ്റ്റണിലേക്ക് പോകും. പിസ്റ്റൺ പിന്നെ ബാക്കിൽ ഓയിലാണ് കിടക്കുന്നത്. ഓയിൽ കിടന്ന് തിളക്കാൻ തുടങ്ങും. ഓയിൽ തിളച്ച് കഴിഞ്ഞാൽ അതിന്റെ ചെറിയൊരു റബ്ബറിന്റെ ഇതാണ് നമ്മൾ പുഷ് ചെയ്ത് പിടിക്കുന്നത്. ഓയിൽ പ്രസ് ചെയ്ത് പിടിക്കുന്ന റബ്ബറിന്റെ ചെറിയൊരു പീസാണ്. ആ ഒരു പിസ്റ്റണാണ് കിടക്കുന്നത്. ആ പിസ്റ്റൺ റിലീസാവും. ആ പിസ്റ്റൺ റിലീസായി എന്താ സംഭവിക്കുക, ബ്രേക്ക് അങ്ങ് പോകും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ അവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അതേമാതിരി കൊക്കയിലേക്ക് വണ്ടി മറിഞ്ഞിട്ട് അതൊക്കെ ബാക്ക് ഡിസ്ക് ബ്രേക്കിന്റെ ഒരു വിഷയമാണ്. ആ സമയത്ത് അവർ ചവിട്ടി ഇങ്ങനെ ഇറങ്ങും, പെട്ടെന്ന് ബ്രേക്ക് അങ്ങ് പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് ബാക്ക് തണ്ടർബേർഡ് ആണെങ്കിലും ബാക്ക് ഡിസ്കിൽ ഏത് വണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് ഫസ്റ്റിൽ വലിയ കയറ്റൊക്കെയാണ് ഫസ്റ്റിൽ ഇറങ്ങുക. എന്നിട്ട് ആവശ്യത്തിന് മാത്രം ബ്രേക്ക് വിട്ട് പിടിച്ചു കൊടുക്കുക. ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് വലിയ ഇറക്കൊന്നും ബാക്ക് ബ്രേക്ക് ചവിട്ടി പിടിക്കുക ചെയ്യരുത്. ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടോ. ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ ഏത് ബ്രേക്ക് ആണെങ്കിലും ഗിയർ ഡൗൺ ചെയ്ത് തന്നെ ഇറങ്ങണം. ഏത് ഗിയറിലാണോ ആ കയറ്റം കയറുന്നത് അതേ ഗിയറിൽ ഇറങ്ങണം എന്നാണ് ശരിക്കും അതിന്റെ കണക്ക്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വണ്ടി പിന്നെ രണ്ടാമതൊരു പിന്നെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വെയിറ്റ് കൂടിയ വണ്ടിയാണ്. ബാക്കിയുള്ള കമ്പനി 195 കിലോ വെയിറ്റ് വരുന്നുണ്ട്. പെട്രോളൊക്കെ ആളൊക്കെ വരുന്ന സമയത്ത് വെയിറ്റ് കുറച്ചുകൂടെ കൂടും. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഈ വണ്ടി താങ്ങി നിർത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. വണ്ടി ചെരിയുന്ന സമയത്ത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതൊരു വിഷയമായിട്ട് പറയാറുണ്ട്. അതേമാതിരി പിന്നെ വണ്ടി വീണ് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. ഹെഡ്ലൈറ്റ് ആണെങ്കിലും മീറ്റർ ആണെങ്കിലും ടെയിൽ ലൈറ്റ് ആണെങ്കിലും പൊട്ടി കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. ആ ഒരു മൈനസ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റോയൽ എൻഫീൽഡിലുമായി തന്നെ ട്രഡീഷണൽ എഞ്ചിനായിട്ടുള്ള കുറച്ചൊരു വൈബ്രേഷൻ എന്തായാലും ഉണ്ടാവും. അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ബുള്ളറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റീഫൈൻഡ് എഞ്ചിൻ ആവശ്യമുള്ള ആൾക്ക് റീഫൈൻഡ് എഞ്ചിൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്.
വേറെ ഹോണ്ട അങ്ങനെ ഒരുപാട് കമ്പനിയിലേക്ക് പോവാം. പിന്നെ അതേമാതിരി റീഫൈൻഡ് എഞ്ചിൻ റോയൽ എൻഫീൽഡ് ഇറങ്ങിയ റീഫൈൻഡ് എഞ്ചിൻ ജെ സീരീസ് പറഞ്ഞ അടിപൊളി വണ്ടിയാണ്. റീഫൈൻഡ് ആണ്, നല്ല സ്മൂത്തുള്ള വണ്ടിയാണ്. പിന്നെ തണ്ടർബേർഡ് എന്നുള്ള ആ ഒരു കാറ്റഗറി ക്രൂസർ, പക്ക ക്രൂസർ വണ്ടി എന്ന നിലക്ക് റോയൽ എൻഫീൽഡിന് പിന്നെ മുകളിലേക്ക് വേറെ വണ്ടി ഇപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വേറെ എല്ലാം തന്നെ ആണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ റോയൽ എൻഫീൽഡ് മെക്കാനിക് ആയതുകൊണ്ടോ ഞാൻ സർവീസ് ചെയ്യുന്ന ആളായതുകൊണ്ടോ എന്ന് പറയുന്നതല്ല. കാരണം വാല്യൂ ഫോർ മണി. അപ്പൊ നമ്മൾ എന്ത് വണ്ടിയാണെങ്കിലും, ഇന്റർസെപ്റ്റർ ആണെങ്കിലും, മെറ്റിയർ ആണെങ്കിലും, സൂപ്പർ മെറ്റിയർ ആണെങ്കിലും, എല്ലാ വണ്ടിയാണെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാല്യൂ ഫോർ മണി കൊടുക്കുന്ന ഒരു വാഹനം തന്നെയാണ് റോയൽ എൻഫീൽഡ്. ബാക്കിയുള്ള ഇമ്പോർട്ടർ വണ്ടികളൊക്കെ അതിന്റെ 2 ഇരട്ടി പൈസ കൊടുത്ത് വാങ്ങിക്കും. അതിന്റെ പകുതി വിലക്കാണ് നമ്മൾ ഈ വാഹനം കിട്ടുന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഇതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ ഞാൻ മെറ്റിയോറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, തണ്ടർബേർഡിന്റെ ഏറ്റവും ലാസ്റ്റ് വേർഷനെ മെറ്റിയോറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. അടുത്ത വീഡിയോ ആയിട്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.